മൈ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പൊ അതിന് കുറച്ച് ഫിഷ് മേടിക്കും. അങ്ങനെ നമ്മൾ ഫിഷ് സ്റ്റാളിൽ എത്തിയിരിക്കും. ചാള മാത്രമല്ല ഗൈസ്, അതുകൊണ്ട് നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മൾ ചാളയുള്ള സ്റ്റാൾ കണ്ടുപിടിച്ചു. നമ്മൾ ചാള മേടിച്ചു. ബാക്കി ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. ചീനി മേടിക്കാൻ പോകാം നമുക്ക്. 1 കിലോ. അങ്ങനെ 1 കിലോ ചീനി ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് ചീനി ആൻഡ് ചാള കുക്ക് ചെയ്ത് സെറ്റാക്കി നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കുക്ക് ചെയ്യാൻ. പക്ഷേ ഇവിടെ നമ്മുടെ സാധനം മേടിച്ചുകൊണ്ട് വരാത്ത ഒരാളുണ്ട്. എവിടെ പോയാലും വരത്തില്ല. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കുക്കിംഗ് സെക്ഷനിലേക്ക് കടക്കാൻ നമ്മൾ കിച്ചണിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. ആദ്യം നമ്മൾ മീനിനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന്റെ തലയിനെ പിച്ച് കളയണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ കയറ്റുക. ഇതിന്റെ ഈ പിണ്ടൊക്കെ എടുത്ത് കളയുക. പരിഞ്ഞില് ഓക്കെ പിണ്ടം എടുത്ത് കളയുക. ഗൈസ് മീൻ സ്വയം മീൻ എന്നിട്ട് ഇതിനകത്തോട്ട് എടുക്കുക. നമ്മൾ കിള്ളി എടുത്ത മീനുകളാണ് ഗൈസ് ഇത്. ഫ്രൈ ആണ്ട്രാ പണ്ട് സായിപ്പ് തപ്പിയോക്കാന്ന് ചോദിച്ചാണ് ചപ്പിയാക്ക കിട്ടിയത്. അതെ ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ ഷെഫ് എല്ലാത്തിലും ഭയങ്കര എക്സ്പെർട്ട് ആണ്. നെത്തോലി ഒരു ചെറിയ മീനായത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പക്ഷെ ചാള ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ചാള സിസേറിയൻ ചെയ്യണം ഗൈസ്. പ്രസവിക്കാറായതാണെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത കുറച്ച് മസാലയൊക്കെ തേച്ച് ഇതിയൊക്കെ നമ്മൾ പുഴുങ്ങാൻ വെച്ചാലും നല്ലോണം തിളച്ചു വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത ചാളയും നെത്തോലിയൊക്കെ പൊരിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കഴിക്കാനുള്ള സമയമാണ് ഗൈസ്. നമുക്ക് കഴിച്ചു തുടങ്ങാം.